Hello my dear children, welcome to my class. We are dealing with the third chapter of physics, that is gravitation, and this is our second class about this chapter. So in the previous class we learned about three main topics. That is, first one is what is gravitation. Hope you all remember that. What is gravitation? Earth attracts all objects towards its center. That force of attraction is called the gravitational force. Isn't it? Yes. Then secondly, we learned about first one of the important law, that is universal law of gravitation. Who proposed that law? Yes, it is proposed by Newton, Sir Isaac Newton. And what does that law says? Yes, it's about the attractive force between every object. That is, the law says that every object in the universe attracts every other object with a force which is directly proportional to the product of their mass and inversely proportional to the square of the distance between them. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച സെയിം ലോ ആണത്. ലോ പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ആ ആകർഷണം അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ്, അങ്ങനെ ആകർഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനോടൊക്കെ പ്രൊപ്പോർഷണൽ ആണെന്നാണ് പഠിച്ചത്? ആ രണ്ട് മാസുകളുടെ അല്ലെങ്കിൽ രണ്ട് ഒബ്ജക്റ്റുകളുടെ മാസിന്റെ പ്രോഡക്റ്റ് ഉണ്ടാകും. അതായത് രണ്ട് ഒബ്ജക്റ്റിന്റെയും മാസുകൾ തമ്മിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ എന്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്? ഈ രണ്ട് ഒബ്ജക്ട്സിന്റെയും സെന്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ലോ പറയുന്നത്. സോ ആ ലോ ഓർത്തിരിക്കാനായിട്ട് ആ ഇക്വേഷൻ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. വാട്ട് ഇസ് ദാറ്റ് ഇക്വേഷൻ? യെസ്, F is equal to gmm by d square. There m and m represents the two m represents the mass of the objects and that d represent the distance between the centers of that masses or that object. Then what is that capital G represents? There is one capital G there, that is F is equal to capital G mm by d square. That is our equation, and that capital G represent the constant. We know that force is proportional to mm and it is proportional to 1 by d square. So we combine these equations and we have, in order to remove that proportionality, we multiply it with a constant, and that constant is known as universal gravitation constant. And what is that value of that constant? It is 6.67 into 10 raised to minus 11 Newton meter square by kilogram square. Hope you all remember this. നമ്മൾ എങ്ങനെയാണ് യൂണിറ്റ് കണ്ടുപിടിക്കുന്നതെന്നും എങ്ങനെയാണ് ഈ കോൺസ്റ്റന്റ് വന്നതെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദെൻ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? എല്ലാ ഒബ്ജക്ട്സും തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ ഇക്വേഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്ത് വെച്ചു. ദെൻ വി ലേൺഡ് അബൌട്ട് ദി യൂണിറ്റ് ഓഫ് ദാറ്റ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. അത് പഠിച്ചതിന് ശേഷം ദെൻ വി മൂവ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഇസ് ഫ്രീ ഫോൾ. എന്താണ് ഫ്രീ ഫോൾ എന്നുള്ളതാണ് പഠിച്ചത്. എന്താണ് ഫ്രീ ഫോൾ? ഒരു ഒബ്ജക്റ്റ് താഴേക്ക് പതിക്കുന്നത് എന്തിന്റെ ഫോഴ്സ് മാത്രമേ അവിടെ ഉള്ളെങ്കിൽ, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ അവിടെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഫ്രീ ഫോൾ. സപ്പോസ് ഞാനിപ്പോൾ ഈ ചോക്ക് താഴോട്ടിടുകയാണെങ്കിൽ ഈ ചോക്കിൽ വേറൊരു ഫോഴ്സും ഇല്ല, ഞാൻ ഇങ്ങനെ താഴോട്ട് എറിയുകയല്ല, പകരം ജസ്റ്റ് ഒന്ന് വിടുകയാണ് എങ്കിൽ ഈ ചോക്ക് താഴോട്ട് വീഴുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രം മൂലമാണ്. ദെൻ വി കോൾ ഇറ്റ് ആസ് ഫ്രീ ഫോൾ. അല്ലേ? ഭൂമിയുടെ അട്രാക്ഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ മൂലം മാത്രമാണ് ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫോൾ ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫ്രീ ഫോൾ. ഇങ്ങനെ ഫോൾ ചെയ്യുന്ന ഒബ്ജക്ട്സിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഫോൾ ചെയ്യുന്ന ഒബ്ജക്ട്സിനെല്ലാം ഒരേ ആക്സിലറേഷൻ ആണ്, സെയിം ആക്സിലറേഷൻ ആണ്. എവിടെയാണ് ആക്സിലറേഷൻ വരുന്നത് നിങ്ങൾക്ക് അറിയാം. എവിടെയാണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി വരുമ്പോഴാണ് ആക്സിലറേഷൻ വരുന്നത്. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി വരുന്നത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിലാണ്, ഡയറക്ഷനിലല്ല, മാഗ്നിറ്റ്യൂഡിലാണ്. അങ്ങനെ ചേഞ്ച് ഇൻ വെലോസിറ്റി വരുന്നത് വഴി ഇവിടെ ഒരു ആക്സിലറേഷൻ വരുന്നുണ്ട്. ഇവിടെ ഫ്രീ ഫോൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആക്സിലറേഷനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ മൂലം മാത്രമുള്ളത് ഫോൾ ആയതുകൊണ്ട് വി കോൾ ദാറ്റ് ആക്സിലറേഷൻ ആസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആൻഡ് വി ഡിനോട്ട് ഇറ്റ് ബൈ സ്മോൾ ലെറ്റർ g. അത് കൺഫ്യൂഷൻ ആയി പോകരുത്. Acceleration due to gravity is denoted by small letter g and universal gravitation constant is denoted by capital G. So അത് തമ്മിൽ മാറിപ്പോകരുത്. അങ്ങനെയാണെങ്കിൽ
താഴോട്ട് വീഴുന്ന എല്ലാ ഒബ്ജക്ട്സിലും ഒരു ആക്സലറേഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് ആക്സലറേഷൻ ഈസ് കോൾഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നൗ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഇതിനു മുൻപും കേട്ടിട്ടുണ്ടായിരിക്കും. Okay, so it is denoted by small letter g. And now can you tell me what is the unit of acceleration due to gravity? It is simply acceleration, right? So its unit is same as that of acceleration. So what is the unit of acceleration? Meter per second square. So here also the unit of acceleration due to gravity is meter per second square, and it is denoted by small letter g. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എത്രയാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമ്മൾ പറഞ്ഞു ഭൂമിയിലേക്ക് എല്ലാ വീഴുന്ന ഒബ്ജക്ട്സിൻ്റെയും ഫ്രീ ഫോൾ ആണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് ഭൂമിയുടെ അട്രാക്ഷൻ മാത്രമാണെങ്കിൽ അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടായിരിക്കും. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോകാം. സോ നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ, ഫോഴ്സിൻ്റെ ചാപ്റ്ററിൽ സെക്കൻഡ് ലോ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിലും ഫോഴ്സ് എന്താണെന്ന് പഠിച്ചിരുന്നു അല്ലേ? ആ ഫോഴ്സ് കാണാൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. സെക്കൻഡ് ലോ പ്രകാരം ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? F is equal to ma. So here there is a force. എന്താണ് ഫോഴ്സ് എന്നുള്ളത് അവിടെ നമ്മളൊരു മീനിങ് പഠിച്ചതാണ്. അതുപോലെ തന്നെ ഒരു ഫോഴ്സ് ആണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. And what is that equation? F is equal to gmm/d square എന്നുള്ളത്. So നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കമ്പൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ we can calculate the value of acceleration due to gravity. So let's first take, according to Newton's second law of motion, F is equal to ma. Here F is the force, m is the mass, and a is the acceleration. Here നമ്മൾ ഫ്രീ ഫോളിന്റെ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് എറിയുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് a by g. So the equation become F is equal to mg. Okay, now according to universal law of gravitation, Newton's universal law of gravitation, F is equal to gmm/d square, where g is the gravitational constant, m and m are masses of that object, and d square is the, or d is the distance between the centers of the objects. ഇത്ര നമുക്കറിയാം അല്ലേ? സോ ഇതും f ആണ്, this is also f. സോ നമുക്ക് ഇത് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഇക്വേറ്റ് ചെയ്യാൻ നോക്കാം. സോ F is equal to mg is equal to gmm/d square. Now what is g from here? em cancel ആയി കഴിഞ്ഞാൽ g എന്താണ്? gm/d square ആണ്. Acceleration due to gravity, g is equal to capital G capital M divided by d square. So ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളവിടെ രണ്ട് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞെടുത്ത് സപ്പോസ് നമുക്ക് പറഞ്ഞു നമ്മളൊരു ഒബ്ജക്റ്റ് താഴോട്ട് വീഴുന്ന കേസാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഒബ്ജക്ട്സിൽ ഒരു ഒബ്ജക്റ്റ് ഏതായിരിക്കും? Our first object is the earth itself, അല്ലേ? ഭൂമിയാണ്. സപ്പോസ് ഈ ചോക്കും ഭൂമിയും കൂടെ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ ഫസ്റ്റ് മാസമായിട്ട് നമ്മൾ എടുത്തത് ഭൂമിയാണെങ്കിൽ സെക്കൻഡ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നത് എന്തായിരിക്കണം? ചോക്കായിരിക്കും. സോ ഈ ചോക്കിന്റെ മാസ് അല്ല, ഈ ഭൂമിയുടെ മാസാണ് നമ്മളിപ്പോൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ M എന്ന് പറയുന്നത്. ആൻഡ് g is the gravitational constant, and d is the distance between the chalk and the earth. Okay, so ചോക്കും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ വീഴുന്ന ആ ഒബ്ജക്റ്റും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ d എന്ന് പറയുന്നത്. ഇവിടെ സ്മോൾ m എന്ന് പറയുന്നത് ആ വീണുകൊണ്ടിരുന്ന ഒബ്ജക്റ്റിന്റെ മാസ് ആയിരുന്നു, ആൻഡ് ക്യാപിറ്റൽ M is the mass of the earth. So small m, അതായത് ഒബ്ജക്റ്റിന്റെ മാസ് തമ്മിൽ ക്യാൻസൽ ആയി പോയി, and the remaining is gm/d square, that is universal gravitational constant, mass of the earth, and the distance between object and the earth. ഇതാണ് റിമൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ആൻഡ് എർത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സെന്ററിൽ നിന്നാണ് എടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു. സപ്പോസ് നമ്മുടെ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ് അല്ലേ? പകരം ഭൂമിയുടെ സെന്ററിൽ നിന്നും ഭൂമിയുടെ സർഫസ് വരെ, സപ്പോസ് ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ ഭൂമിയുടെ സെന്റർ ഇതാണ്, ഭൂമിയുടെ സർഫസ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അല്ലേ? ഭൂമി ഒരു സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയുടെ സെന്ററിൽ നിന്നും സർഫസ് വരെയുള്ള ആ ഒരു ദൂരം, അല്ലെങ്കിൽ ഒരു സ്ഫിയറിന്റെ സെന്റർ മുതൽ സർഫസ് വരെയുള്ള ദൂരമാണ് റേഡിയസ് എന്ന് പറയുന്നത്. ഇനി സപ്പോസ് ഇവിടെ നിന്നാണ് ഞാൻ ആ ഒബ്ജക്റ്റ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഭൂമിയുടെ റേഡിയസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് വളരെ നെഗ്ലിജിബിൾ ആണ്. അല്ലെങ്കിൽ ഞാൻ ഈ ചോക്കും ഈ ഭൂമിയുടെ സർഫസും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഭൂമിയുടെ റേഡിയസിന്റെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എങ്ങനെയാണ്?
ഇറ്റ്സ് വെരി നെഗ്ലിജിബിൾ. സോ ഇവിടെ വരേണ്ട ഡിസ്റ്റൻസിന്റെ അവിടെ വരേണ്ട എന്താണ്? ഭൂമിയുടെ സെന്റർ മുതൽ ഈ ഒബ്ജക്റ്റിന്റെ സെന്റർ വരെയുള്ള ദൂരം. ഭൂമിയുടെ സെന്റർ മുതൽ സർഫസ് വരെയുള്ള ദൂരം നമ്മളിപ്പോൾ പറഞ്ഞു, ഇറ്റ് ഈസ് r. ഇനി അവിടുന്ന് ഒബ്ജക്റ്റിന്റെ സെന്റർ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ആറിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദ എർത്ത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി സ്മോൾ. അത് നെഗ്ലിജിബിൾ ആണ്, അല്ലെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാം, വളരെ സ്മോൾ ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ we can replace this small d or the distance between the two objects is by r, that is the radius of the earth, provided എന്തായിരിക്കണം? ഈ പറയുന്ന നമ്മുടെ ഒബ്ജക്റ്റും എർത്തിന്റെ സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എർത്തിന്റെ റേഡിയസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആയിരിക്കണം. Hope you understand that point. So the equations become gm by d square or gm by r square. Here you can see that the acceleration due to gravity depends upon two quantities or three quantities. First one is universal gravitational constant, mass of the earth and the radius of the earth. We know that these three are constant. Universal gravitational constant എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു സംഖ്യയാണ്. അതുപോലെ തന്നെ mass of the earth എന്ന് പറയുന്നത് മാറുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല, ഇറ്റ്സ് കോൺസ്റ്റന്റ്. Radius of the earth is also a constant. So we can conclude that acceleration due to gravity g is a constant. And when we substitute the values of these constant, we get the value of acceleration due to gravity as 9.8 and its unit is meter per second square. Okay, acceleration due to gravity യുടെ value കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്രയും ചെയ്തത്. അതിൽ നമ്മൾ ആദ്യം എടുത്തത് എന്തായിരുന്നു ഒന്നുകൂടെ പറയുകയാണ്. ആദ്യം നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം F is equal to ma എന്നുള്ളതിന് പകരം F is equal to mg എന്ന് എഴുതി. That is, we replace this acceleration by acceleration due to gravity. And according to law of gravitation or universal law of gravitation, F is equal to gmm by d square. Okay, then combining these equations or equating these equations, we get mg is equal to gmm by d square. And നമ്മളെടുത്ത ഒബ്ജക്റ്റിന്റെ മാസിനെ നമുക്ക് കട്ട് ചെയ്ത് വിടാൻ പറ്റും അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞത് ഫോൾ ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ കാര്യമാണ്. സോ ഒബ്ജക്റ്റും മാസും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിന്റെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ മാസ് ഓഫ് ദി എയർ ആൻഡ് ദിസ് ഇസ് ദ മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ആൻഡ് d is the distance between center of this object and the center of the earth. So നമുക്ക് ഫൈനലി m ക്യാൻസൽ ആയതിനു ശേഷം we get acceleration due to gravity g as gm by d square. Okay, so here m is the mass of the earth, universal gravitational constant and distance. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭൂമിയുടെ സെന്റർ മുതൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ സെന്റർ വരെയായിരുന്നു. ഭൂമിയുടെ ഒബ്ജക്റ്റ് സെന്റർ മുതൽ ഭൂമിയുടെ സർഫസ് വരെയുള്ളതിനെ നമ്മൾ റേഡിയസ് എന്ന് പറയും അല്ലെ? ആ റേഡിയസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് മുകളിലോട്ട്, അതായത് ഒബ്ജക്റ്റും ഭൂമിയുടെ സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി സ്മോൾ. സോ വി ക്യാൻ നെഗ്ലക്ട് ദാറ്റ്. സോ നമ്മൾ ആ ഡിസ്റ്റൻസിന് d എന്ന് പറയുന്നതിന് പകരം ആ ഒരു ചെറിയ ദൂരം നെഗ്ലക്ട് ചെയ്തിട്ട് r മാത്രമായിട്ട് എടുത്തു. ഓക്കെ, വലിയൊരു സംഖ്യയുടെ കൂടെ ഒരു കുഞ്ഞു സംഖ്യ കൂട്ടുന്നത് നമുക്ക് വേണേൽ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ റേഡിയസ് ഓഫ് ദ എർത്ത് ഇറ്റ്സ് വെരി ലാർജ്. സോ നമ്മൾ ആ ഡിസ്റ്റൻസിന്റെ സർഫസിൽ നിന്ന് ഒബ്ജക്റ്റ് വരെയുള്ള ആ ചെറിയ ഡിസ്റ്റൻസ് നമ്മൾ നെഗ്ലക്ട് ചെയ്തിട്ട് ഈ ഡിക്ക് വരെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? റേഡിയസ് ഓഫ് ദ എർത്ത് r. സോ വി ഗെറ്റ് g is equal to gm by r square. So we can conclude that acceleration due to gravity is a constant and it depends upon two values, that is mass of the earth and radius of the earth. So mass and radius are constant, so we can say that acceleration due to gravity is a constant at the earth. അല്ലേ? എർത്തിനെ സംബന്ധിച്ചിടത്തോളം acceleration due to gravity ഒരു കോൺസ്റ്റന്റ് ആണ്. And its value is 9.8 meter per second square. Mass of the earth, radius of the earth, universal gravitational constant, ഈ values എല്ലാം substitute ചെയ്യുമ്പോൾ we get the value of acceleration due to gravity g as 9.8 meter per second square. Hope you all understand till this. Okay, so acceleration due to gravity യുടെ value നമുക്ക് കിട്ടി. And we also learned that this acceleration due to gravity depends upon the radius of the earth. ഇനി ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, ഭൂമിയുടെ ഷേപ്പ് എന്താണ്? What is the shape of the earth? It is not a perfect sphere. ആണോ? It's not a perfect sphere. അതൊരു പെർഫെക്റ്റ് സ്പിയർ അല്ല, ഒരു ഗോളമല്ല ഭൂമി എന്ന് പറയുന്നത്. അതൊരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആണെന്ന് പറയാൻ പറ്റും. എലിപ്റ്റിക്കൽ മീൻസ് അതിൻ്റെ കുറച്ച് ഭാഗം, അതായത് റേഡിയസ് ഏകദേശം ഈ ഒരു ഷേപ്പാണ്. നിങ്ങൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും പോൾ എവിടെയാണ്, ഇക്വേറ്റർ എവിടെയാണെന്നൊക്കെ പറയുന്നത്. സോ
ഭൂമിയുടെ ഷേപ്പ് ഏകദേശം ഇതാണ്. ഒരു കൃത്യമായ വട്ടം അല്ലെങ്കിൽ കൃത്യമായ ഒരു ഗോളമല്ല ഭൂമിയുടെ ഷേപ്പ്. അതായത് ഭൂമിയുടെ സെന്ററിൽ നിന്നും സർഫസിലേക്കുള്ള ദൂരം എല്ലായിടത്തും എന്തല്ല, ഒരുപോലെ അല്ല. ഭൂമിയുടെ സെന്ററിൽ നിന്നും ഇങ്ങോട്ട് വരുന്നത് ഇവിടെ നമ്മൾ പോളെന്ന് വിളിക്കും. ഈ ദൂരത്തിനെ നമ്മൾ ഇക്വേറ്റർ എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. സോ സെന്ററിൽ നിന്നും പോളിലേക്കുള്ള ദൂരത്തേക്കാൾ കൂടുതലാണ് സെന്ററിൽ നിന്നും ഇക്വേറ്ററിലേക്കുള്ള ദൂരം. അതായത് എർത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എല്ലായിടത്തും സെയിം ആണോ? അല്ല. അങ്ങനെയെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിന്റെ എല്ലാ സർഫസിലും സെയിം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? സിംപ്ലി നോ. അപ്പം എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് പോളിലാണെങ്കിൽ ഒരു വാല്യൂ ആയിരിക്കും, ഇക്വേറ്ററിലാണെങ്കിൽ മറ്റൊരു വാല്യൂ ആയിരിക്കും. കാരണം പോളില് അവിടെയുള്ള റേഡിയസ് അല്ല ഇക്വേറ്ററിന്റെ അവിടെയുള്ള റേഡിയസ്, ബിക്കോസ് എർത്ത് ഈസ് നോട്ട് എ സ്ഫിയർ. So we can conclude that the acceleration due to gravity, value of acceleration due to gravity vary from pole to equator. Pole നിന്ന് ഇക്വേറ്റർ മാറുന്നതോറും acceleration due to gravity യുടെ വാല്യൂ മാറും. ആ വാല്യൂസിനെ പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട, ജസ്റ്റ് അതിന്റെ മാറ്റം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് സിംപ്ലി നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഇവിടെ റേഡിയസ് എവിടെയായിരിക്കും കൂടുതൽ? റേഡിയസ് അല്ലെങ്കിൽ ആറിന്റെ വാല്യൂ സപ്പോസ് ഇങ്ങനെ ചോദിക്കാം, ഇവിടെ ജി എന്ന് പറയുന്നത് ആറിനോട് ഡയറക്ട്ലി ആണോ ഇൻവേഴ്സ്ലി ആണോ പ്രൊപ്പോർഷണൽ? 1/r എന്നുള്ള രീതിയിലല്ലേ കിടക്കുന്നത്, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് റേഡിയസിന്റെ വാല്യൂ, ഈ ആറിന്റെ വാല്യൂ കൂടിയാൽ ജി എന്ത് ചെയ്യും? കുറയും. പകരം ആറിന്റെ വാല്യൂ കൂടിയാലോ, അല്ല ആറിന്റെ വാല്യൂ കുറഞ്ഞാൽ ജി കൂടും, ആറിന്റെ വാല്യൂ കൂടിയാൽ ജി എന്ത് ചെയ്യും? കുറയും. അതായത് ഒന്ന് കൂടിയാൽ മറ്റൊന്ന് കുറയും, അല്ലെങ്കിൽ ഒന്ന് കുറഞ്ഞാൽ മറ്റൊന്ന് കൂടും. അങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പോളിന്റെ അവിടെയുള്ള റേഡിയസ് എങ്ങനെയായിരിക്കും? ഇക്വേറ്ററിന്റെ അവിടെ വെച്ച് നോക്കുമ്പോൾ പോളിന്റെ അവിടെയുള്ള റേഡിയസ് എങ്ങനെയായിരിക്കും? കുറവാണ്. അതായത് 6 കുറവാണെന്ന് പറയുമ്പോൾ ജി എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. സോ ഇക്വേറ്ററിന്റെ അവിടെയുള്ള ജി എന്ന് പറയുന്നത് പോളിന്റെ അവിടെയുള്ള ജി എന്ന് പറയുന്നത് ഇക്വേറ്ററിന്റെ അവിടെയുള്ള ജിയുടെ വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? പോളിന്റെ അവിടെ റേഡിയസ് എന്ന് പറയുന്നത് കുറവാണ്, സോ ജിയുടെ വാല്യൂ കൂടുതലാണ്. ഇക്വേറ്ററിന്റെ അവിടെ ആറിന്റെ വാല്യൂ എങ്ങനെയാണ്? കൂടുതലാണ്, അപ്പോൾ ജിയുടെ വാല്യൂ എന്ത് ചെയ്യും? കുറവായിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഗ്രേറ്റർ അറ്റ് പോൾസ് വെൻ കമ്പയർഡ് വിത്ത് ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ അവിടെ വെച്ച് നോക്കുമ്പോൾ പോളിന്റെ അവിടെയുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും എങ്ങനെ? കൂടുതലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, നൗ അങ്ങനെയെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ വരെ കിട്ടിയിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് പഠിച്ചതാണ്. എന്തൊക്കെയാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ? There are 3 equations of motion. V is equal to u plus at, S is equal to ut plus half at square, and v square minus u square is equal to 2as. ഈ 3 ഇക്വേഷൻസും നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് അത് ആവശ്യമുള്ളതാണ്. അതായത് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഒരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഈ ഒരു ഒബ്ജക്റ്റ് താഴോട്ട് വീഴുന്നത് മോഷൻ തന്നെയല്ലേ? സോ ഇങ്ങനെ താഴോട്ട് വീഴുന്ന ഒബ്ജക്റ്റിന്റെ കാര്യത്തിലും നമുക്ക് ഈ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എടുക്കാം. അങ്ങനെ താഴോട്ട് വീഴുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആക്സലറേഷൻ എങ്ങനെയായിരിക്കും എന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു. It is a constant. It is 9.8 meter per second square acceleration due to gravity. അങ്ങനെയാണെങ്കിൽ we can substitute the a by g in these equations in the case of falling body. That is, v is equal to u plus dt, s is equal to ut plus half gt square, and v square minus u square is equal to 2gs. ഇവിടെ എല്ലാം g എന്താണ്? It is acceleration due to gravity. എവിടെ മാത്രമേ ആപ്ലിക്കബിൾ ആവത്തുള്ളൂ? ഒന്നുകിൽ ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിയിട്ട് താഴോട്ട് വരുന്ന കേസിൽ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് താഴോട്ട് വരുന്ന കേസിൽ മാത്രം. ഇങ്ങനെയുള്ള കേസിൽ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി വേറെ ഒന്നും തപ്പേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത് തന്നിട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ല. എന്തെടുത്തോണം? ഇറ്റ് ഈസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമുക്കറിയാം, ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, അതിന് സൈൻ ഉണ്ട് അല്ലേ? അപ്പം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വി ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ് when it is in the direction of motion, and we take it as negative when it is opposes the direction of motion, which means that നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് താഴോട്ട് ഇടുകയാണെന്ന് കരുതുക. ഞാനിപ്പോൾ ഈ ചോക്ക് താഴോട്ട് ഇടുകയാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? താഴോട്ട്, കാരണം എർത്തിലേക്കല്ല അത് അട്രാക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഡൗൺവേർഡ് ആണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ട് തന്നെയാണ്? ഇവിടെ താഴോട്ട് തന്നെയാണ്.
അങ്ങനെയുള്ള കേസിൽ we can take g as positive 9.8 meter per second square. At the same time ഞാൻ ഈ ചോക്ക് മുകളിലേക്ക് എറിയുകയാണെന്ന് കരുതുക. നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് ഡൗൺവേർഡ്. പക്ഷേ ഒബ്ജക്റ്റിന്റെ മോഷൻ എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g എന്തായിട്ട് എടുക്കണം? ഇറ്റ് ടേക്ക് ആസ് നെഗറ്റീവ്. സോ ഇങ്ങനെ സിംപ്ലി അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഇങ്ങനെ പറയാം, ഒബ്ജക്റ്റിന്റെ മോഷന് അതേ ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോസിറ്റീവ് ആയിട്ട് എടുക്കാം. അതർവൈസ്, അതായത് ഒബ്ജക്റ്റിന്റെ മോഷനും ആക്സലറേഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ വി ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ്. താഴോട്ട് വീഴുന്ന ഒബ്ജക്റ്റിന് പോസിറ്റീവ് ആയിട്ട് എടുക്കുക, മുകളിലോട്ടാണ് ഒബ്ജക്റ്റ് പോകുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ത്രീ ഇക്വേഷൻസ് ഓഫ് മോഷൻ v is equal to u plus dt, s is equal to half ut plus half gt square, v square minus u square is equal to 2gs. ഇതൊക്കെ ഒബ്ജക്റ്റ് ഫോളോ ചെയ്യുന്നതിന്റെ കേസിലാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു പ്രോബ്ലം ചെയ്യാം. The problem is in your textbook. It's an example question. Question number 10.3. Example 10.3 and in the page number 136. I'll read the question first. An object is thrown vertically upwards and rises to a height of 10 meter. Calculate the velocity with which the object has thrown upwards. Second, time taken by the object to reach the highest point. Question വളരെ സിമ്പിൾ ആണ്, ഒന്നുകൂടെ വായിക്കാം. An object is thrown vertically upwards and rises to a height of 10 meter. ഒരു ഒബ്ജക്റ്റ് വെർട്ടിക്കലി മുകളിലേക്ക് എറിഞ്ഞു, അത് എത്ര ദൂരം പോയിട്ടുണ്ട്? 10 മീറ്റർ. എറിഞ്ഞിടത്തുനിന്ന് 10 മീറ്റർ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. Then ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് the velocity with which the object has thrown upwards. നമ്മൾ ഇവിടെ നിന്ന് ഇത് മുകളിലോട്ട് എറിയണമെങ്കിൽ ഒരു വെലോസിറ്റി വേണമല്ലോ. സോ ആ വെലോസിറ്റി, ഇത് മുകളിലേക്ക് എറിഞ്ഞ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ വെലോസിറ്റി ഏത് വെലോസിറ്റി ആയിരിക്കും? നമുക്ക് രണ്ട് ടൈപ്പ് വെലോസിറ്റി ഉണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി is denoted by u and final velocity is denoted by v. Okay, so we have to calculate u. അത് മനസ്സിലാക്കി വെക്കുക. Then the second question is time taken by the object to reach at the highest point. ഇവിടുന്ന് നമ്മൾ എറിഞ്ഞ് ഹയസ്റ്റ് പോയിന്റ്, അതായത് 10 മീറ്ററിൽ എത്തിയ ആ ടൈം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. അതായത് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളതെന്നുള്ളത് ആദ്യം എഴുതുക. s is equal to 10 meter. അതായത് നമ്മൾ വെർട്ടിക്കലി അപ്വേർഡ്സ് എറിഞ്ഞപ്പോൾ എത്ര ദൂരം എത്തി? 10 meter എത്തി. So the distance traveled s is equal to 10 meter. Note that you have to put the unit. Okay, then v is equal to 0 meter per second. What is v there? It is final velocity. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിഞ്ഞാൽ അതിന്റെ മാക്സിമം ഹൈറ്റിൽ അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? ഇറ്റ് ഇസ് 0. അതുകൊണ്ടാണ് അതിന് പിന്നെ മുകളിലോട്ട് പോകാൻ കഴിയാത്തത്. സോ ഹിയർ ഫൈനൽ വെലോസിറ്റി v is equal to 0 meter per second. Now acceleration due to gravity. നമുക്ക് ആക്സലറേഷൻ അറിയണം. ഇത് ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിഞ്ഞതല്ലേ? ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിയുമ്പോൾ ആക്സലറേഷൻ എങ്ങോട്ടായിരിക്കും? ഇറ്റ് ഈസ് ഡൗൺവേർഡ്. സോ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ എടുക്കണം? ഇറ്റ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. സോ g is equal to minus 9.8 meter per second square. സോ ഇങ്ങനെ മുകളിലേക്ക് എറിയുന്ന കാര്യങ്ങളിൽ താഴേക്ക് വീഴുന്ന ഒബ്ജക്റ്റിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇന്നെന്നും പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്യില്ല. ബട്ട് യു ഹാവ് ടു റൈറ്റ് ദാറ്റ്. എങ്കിലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. സോ വി ഗെറ്റ് എസ്, വി ആൻഡ് ജി. ആൻഡ് വാട്ട് വി ഹാവ് ടു കാൽക്കുലേറ്റ് ഫസ്റ്റ് ഇസ് യു, ഇനിഷ്യൽ വെലോസിറ്റി ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. We have three equations of motion. Which are the three equations of motion? V is equal to u plus gt. gt വെച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. Note that. V is equal to u plus gt. S is equal to ut plus half gt square. V square minus u square is equal to 2gs. ഇതിൽ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഇക്വേഷനിൽ v is equal to u plus gt ക്കകത്ത് ടൈം വേണം. നമുക്ക് ടൈം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സെക്കൻഡ് ഇക്വേഷനിലും ടൈം വേണം. പകരം തേർഡ് ഇക്വേഷൻ that is v square minus u square is equal to 2gs. അതിൽ നമുക്ക് v എന്താണെന്ന് അറിയാം. u we have to find out. g acceleration due to gravity we know that, and s distance. So അവിടെ unknown ആയിട്ട് u മാത്രമേ ഉള്ളൂ. So we can calculate the initial velocity using that equation. That is third equation of motion. v square minus u square is equal to 2gs. I'm sorry, 2gs. Okay, so ഞാൻ ഈ വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. v സ്ക്വയർ എന്ന് പറയുമ്പോൾ 0 സ്ക്വയർ, ദാറ്റ് ഇസ് 0 മൈനസ് u സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 2 into 9.8 into 10. അതായത് 2 അതുപോലെ എഴുതി. g
ജിയുടെ വാല്യൂ നമ്മൾ നെഗറ്റീവായി എടുത്തത്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് എടുത്തതെന്നും പറഞ്ഞിരുന്നു. കാരണം ഒബ്ജക്റ്റ് മുകളിലേക്കാണ് പോകുന്നത്, പക്ഷെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാണ്? താഴേക്കാണ്. രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വി ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ്. ഒബ്ജക്റ്റിന്റെ മോഷന് അതേ ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ എങ്കിൽ നമുക്കത് പോസിറ്റീവ് ആയിട്ട് ഇടുക. ഇത് നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വി ടേക്ക് ഇറ്റ് ആസ് നെഗറ്റീവ്. ആ നെഗറ്റീവാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. സോ 2 × 9.8 × S എന്ന് പറയുന്നത് 10. സോ 10 × 9.8 എത്രയായിരിക്കും? 98. 98 × 2 എത്രയാണ്? 196. സോ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് 196. ഇനി ഈ മൈനസും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് യു. ഇത് യു സ്ക്വയർ ആയിട്ടിരിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് യു. സോ ടേക്ക് ദ റൂട്ട്. That is u is equal to root of 196, which is equal to എത്രയായിരിക്കും? 196ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? It is 14. So we get u is equal to 14 meter per second. Initial velocity and meter per second. Okay. Then second equation എന്തായിരുന്നു? ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Second question എന്തായിരുന്നു? We have to find out the time to reach at the highest point. അതായത് highest point എത്താനുള്ള ടൈം കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. v is equal to u plus at, s is equal to ut plus half at square. അതിൽ സെക്കൻഡ് ഇക്വേഷനേക്കാൾ ബെറ്റർ ഏതായിരിക്കും? ഫസ്റ്റ് ഇക്വേഷൻ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ നമുക്ക് v അറിയാം, u അറിയാം, a അല്ലെങ്കിൽ g അറിയാം, t മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. സോ വി ക്യാൻ കാൽക്കുലേറ്റ് v is equal to u plus at. സോ v is equal to 0, u നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 14. ദെൻ മൈനസ്, ഈ മൈനസ് ഇട്ടില്ല എങ്കിൽ ഫൈനൽ ഇക്വേഷനിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ മൈനസ് വരും. അപ്പോഴേ നിങ്ങൾ ഓർത്തോണം അത് തെറ്റാന്ന് ഓർത്തോണം. അല്ലാതെ നിങ്ങൾക്ക് കിട്ടിയ സബ്സ്റ്റിറ്റ്യൂട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് സൈനൊക്കെ കറക്റ്റ് ആയിട്ട് വരും. സോ ഇവിടെ മൈനസ് 9.8 × t വരും. ദെൻ t കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? t is equal to 14 divided by 9.8 ചെയ്യണം. സോ വി ഗെറ്റ് 1.43. അതൊന്ന് ചിന്തിച്ചാൽ മതി. 14 divided by 9.8 ആണ്. 14 divided by 10 ചെയ്താൽ 1.4 സംതിങ് അല്ലേ? അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, ഡിവൈഡ് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല. So we get time as 1.43 seconds. So we get the answer. Initial velocity as u is equal to 14 meter per second and time taken as 1.43 seconds. So today we learned about some topics. That is, first one is the main topic is acceleration due to gravity denoted by g, and it's a constant. What is, and it depends upon two main things. The first one is mass of the earth and the second thing is radius of the earth. So when we substitute these values, we get the acceleration due to gravity as 9.8 meter per second square. Then ഈ 9.8 meter per second square എന്ന് പറയുന്നത് ഭൂമി ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ലാത്തത് കൊണ്ട് മാറുന്നുണ്ട്. അത് നമ്മൾ പ്രോബ്ലത്തിലൊന്നും ഡിനോട്ട് ചെയ്യുന്നില്ല എങ്കിലും അറിഞ്ഞിരിക്കാനാണ്. അതായത് ഭൂമി ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല. സോ പെർഫെക്റ്റ് സ്ഫിയർ അല്ലാത്തത് കൊണ്ട് എങ്ങനെ എടുക്കുമെന്നാണ് പറഞ്ഞത്? പോളിൻ്റെ അവിടെ എങ്ങനെയായിരിക്കും? റേഡിയസ് കുറവാണ്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലായിരിക്കും. ഇക്വേറ്ററിൻ്റെ അവിടെ റേഡിയസ് കൂടുതലാണ്. സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറവായിരിക്കും. അതായത് വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പോൾസ് ഈസ് ഗ്രേറ്റർ ദാൻ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ. ഇക്വേറ്ററിനെക്കാട്ടിലും കൂടുതലായിരിക്കും പോൾസിൽ എന്നോർത്ത് വെച്ചിരിക്കുക. ഓക്കെ, സോ നമ്മൾ പഠിച്ച ഇത്രയും കാര്യങ്ങളായിരുന്നു. ദെൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഈ പറഞ്ഞതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ 3 എടുത്തു. v is equal to u plus at, s is equal to ut plus half at square, v square minus u square is equal to 2as. അവിടെ എല്ലാം a യുടെ അവിടെ എന്തിടണം? g സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പഠിച്ചു. ദെൻ ജിക്ക് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ഇടേണ്ട കേസും പഠിച്ചു. അതൊരു പ്രോബ്ലം ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും താഴേക്കാണ്. ആ ഡയറക്ഷനിൽ തന്നെയാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ജി പോസിറ്റീവായിട്ട് എടുക്കാം. പകരം അപ്വേർഡ് മോഷൻ ആണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴോട്ടും മോഷൻ അപ്വേർഡും ആയതുകൊണ്ട് എങ്ങനെ എടുക്കും? G negative ആയിട്ട് എടുക്കണം. So hope you all understand till now. Okay, thank you. If you have any doubt, you can contact me. Thank you.